ഞാൻ ആദ്യമായിട്ടാണ് ലാവൻഡർ കാണാൻ പോകുന്നത്. ഇതിന് മുന്നേ നമ്മൾ യാർഡ്ലി സോപ്പ് അതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ലാവൻഡറിൻ്റെ. അത് മാത്രമാണ് എനിക്ക് ലാവൻഡറുമായിട്ടൊരു ബന്ധമുള്ളൂ. അടുത്തതായി നമ്മൾ ബോസ് ഇതാ കട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ബിരിയാണി അടിപൊളി. ഇവിടെ ക്ലോസ് ചെയ്യാൻ പോവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ സംഭവം ഒരു സ്ഥലത്തേക്ക് വന്നിക്കാണ്. ഇന്ന് നമ്മളൊരു വെറൈറ്റി ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത്. കാണിച്ചെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ലാവൻഡർ ഗാർഡനിലാണ്. ഇത് ഫിഞ്ച് ഫീൽഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തുള്ള ലാവൻഡർ ഗാർഡനാണ്. ലണ്ടനിലൊന്നുമല്ല, ബ്രെയിൻ ട്രീയിലാണ് ഇതുള്ളത്. നമ്മളിത് കാണാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ ലാവൻഡറിൻ്റെ സീസണാണ്. ഓഗസ്റ്റ് 15th വരെ ഉള്ളൂ ഇവിടെ ലാവൻഡർ. അത് കഴിഞ്ഞാൽ അവർ ഹാർവെസ്റ്റ് ചെയ്യും. അപ്പോൾ അതിന് മുന്നേ നമ്മളത് കാണാൻ വേണ്ടി വന്നതാണ്. ഞാൻ ആദ്യമായിട്ടാണ് ലാവൻഡർ കാണാൻ പോകുന്നത്. ഇതിന് മുന്നേ നമ്മൾ യാർഡ്ലി സോപ്പ് അതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ലാവൻഡറിൻ്റെ. അത് മാത്രമാണ് എനിക്ക് ലാവൻഡറുമായിട്ടൊരു ബന്ധമുള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ഇത് കാണുമ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. അത് അടുത്തൊട്ട് കാണാം. പിന്നെ നമ്മൾ ലാവൻഡർ കുറച്ച് അവിടെ നിന്ന് പിക്കും ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഉമ്മ ലായിക്ക് ഒക്കെ ഡ്രസ്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി അതി നോക്കണേ, അവിടുത്തെ ബെറീസ് ഒക്കെ നോക്കാണ്. സനു ഇവിടെ എല്ലാ സാധനവും അൺപാക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻട്രൻസ്. ഇവിടെ വേറെയും കുറേ പരിപാടികളൊക്കെ ഉണ്ട്. നല്ലൊരു കൺട്രി സൈഡാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇവിടെ വരുന്ന വഴി തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഉള്ളിൽ കയറിയാലോ. ഇതാണ് ഗൈസ് ലാവൻഡർ. ഓക്കെ സാധനം ഇതാണ് ലാവൻഡർ. ഏകദേശം ലാവൻഡർ ഇതന്നെയാണോ? ലാവൻഡർക്ക് സംശയം ഉണ്ട് കേട്ടോ. അതെ. ഇതിന് മലയാളം ഉണ്ടോ? അതിന് ലാവൻഡർ എങ്ങനെയുണ്ട്? ലാവൻഡർ ഇഷ്ടായില്ലേ? സൂപ്പറായിട്ട് മണം വരുന്നുണ്ട്. ഫിഞ്ചിങ് ഫീൽഡ് ലാവൻഡർ എന്ന് പറഞ്ഞാൽ ലാവൻഡറിന് മാത്രമായിട്ടുള്ളൊരു സ്പേസ് അല്ല, ഇതൊരു ക്യാമ്പിംഗ് സൈറ്റാണ്. അപ്പോൾ നമ്മൾ ലണ്ടനിൽ പോവാണ്, മെയ്ഫീൽഡ് കാണാൻ പോവാനെന്ന് ആഗ്രഹം. പക്ഷെ അത് ഓൾറെഡി ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഓപ്ഷൻ എടുത്തത്. അല്ലെങ്കിൽ ഓഫ് കോഴ്സ് മെയ്ഫീൽഡ് തന്നെയാണ് അടിപൊളി. നമ്മളെ വീട്ടിൽ നിന്ന് ഒരു 45 minutes ഡ്രൈവേ ഉള്ളൂ. അപ്പോൾ ഇതിലാണ് നമ്മൾ ലാവൻഡർ പിക്ക് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് ആക്സസ് ടൂൾസ് ഒക്കെ തന്നിട്ടുണ്ട്. ഇനി അവർ പറഞ്ഞ ഇൻസ്ട്രക്ഷൻ വെച്ചിട്ട് വേണം നമ്മളിത് പിക്ക് ചെയ്യാൻ. ഓരോരുത്തർ പിക്ക് ചെയ്യണം, നമുക്ക് നോക്കാം. അല്ല കാരണം നമ്മൾ ഇഷ്ടത്തിന് ചെയ്തിട്ട് ലാസ്റ്റ് ഇവിടുന്ന് ഫൈൻ അടക്കേണ്ടി വരും. സാധാരണ അങ്ങനെ സംഭവിക്കാറ്. നമുക്ക് ആദ്യം ഇവിടെ ഒന്ന് കണ്ട് വീഡിയോ ഒക്കെ എടുക്കാം അല്ലേ സനു? ഇതൊരു കുറേ ഏക്കേഴ്സ് ഓഫ് ലാൻഡ് ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു ചെറിയ വളരെ സ്മോൾ പോർഷനിലാണ് അവർ ലാവൻഡർ ചെയ്തിട്ടുള്ളത്. പിന്നെ അപ്പുറത്തൊക്കെ ക്യാമ്പിംഗ് സൈറ്റുകളാണ്. എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു ക്യാമ്പിംഗ് സൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. മറ്റേ തമിഴന്മാര് മറ്റേ വെളിക്കിരിക്കാൻ പോണ പോലെ ഗൈസ്, എവിടെ പോയാലും ആദ്യം ഇങ്ങനെ ഇത് തിന്നുന്നുണ്ടാവും. എന്താണ് നിനക്ക് ലാവൻഡർ? ഉമ്മാക്ക് തീരെ ഇഷ്ടമായില്ലാന്ന്. ലായ്ക്കിന് ഇഷ്ടമായ? ലായ്ക്കൊക്കെ വെള്ളം ഇറക്കണം. ആർക്കും ഇഷ്ടമായില്ല. എന്തായാലും വേണ്ടില്ല. നല്ല മണം, നല്ല യാർഡ്ലി സോപ്പിന്റെ മണം ഉണ്ട് ഇവിടെ. കാണാൻ പറ്റിയല്ലോ. എന്താണ് ബോസിന്റെ പൈസ പോകും. ഓക്കെ, നമുക്ക് ഇതൊക്കെ ഇനി വൺസ് ഇൻ എ ലൈഫ് ടൈമിൽ നമുക്ക് ഇതൊക്കെ നമ്മൾ കണ്ടിരിക്കണം. ആദ്യം വന്നപ്പോ ഇവിടെ എല്ലാവർക്കും ഒരു കുറച്ചൊരു ഏരിയ ഉള്ള പോലെ തോന്നി. പക്ഷെ ഇപ്പൊ എല്ലാവർക്കും ഇവിടെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടാ. കാരണം സ്മെല്ല് രക്ഷയില്ല. പിന്നെ ഇരുന്നവർക്കൊന്നും എണീക്കാനും പറ്റണില്ല.
കാരണം ഈ ലാവൻഡർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറിയൊരു ചെടിയാണ്. അപ്പൊ അതിന്റെ കൂടെ ഫോട്ടോ എടുക്കണം തന്നെ നമ്മളൊക്കെ ഇരിക്കണം. കുറച്ച് നമ്മൾ സാക്രിഫൈസ് ചെയ്താലാണ് നമുക്ക് എന്തെങ്കിലും റിസൾട്ട് കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇരുന്നിട്ടാണ് ഫോട്ടോസൊക്കെ എടുക്കുന്നത്. വേറെ പ്രത്യേകിച്ച് പേർപ്പസ് ഒന്നുമില്ല. ഒരു എസ്തെറ്റിക് ലവേഴ്സ് അല്ലെങ്കിൽ ഫോട്ടോ ലവേഴ്സ് അവർക്കൊക്കെ വരാൻ പറ്റിയ ബെസ്റ്റ് പ്ലേസ് ആണ്. പിന്നെ ഓഫ്കോഴ്സ് നമ്മൾ എവിടെ പോകുമ്പോഴും നമ്മൾ ഇഷ്ടപ്പെട്ട് പോവുക, അല്ലാന്നുണ്ടെങ്കിൽ ഉപയോഗത്താവില്ല അത്. അപ്പം നമ്മൾ ഈ ലാവൻഡർ ഫീൽഡ് വളരെ കുറച്ചൊരു ഏരിയ ഉള്ളൂ. ലണ്ടനിൽ ഓൾറെഡി ഹാർവെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞാണ് നമ്മൾ പോവാത്തത്. അല്ലെങ്കിൽ ബെസ്റ്റ് ലണ്ടനാണ്. അപ്പം നമുക്ക് അഭിയും വിഷ്ണുവും പറഞ്ഞതാണ് ഇവിടെ വന്നാൽ മതി. ഇവിടെ അവർ വന്നപ്പം നല്ല ഇഷ്ടമായി. മണത്ത് നോക്കിമ്മ. അടുത്തതായി നമ്മള് ബോസ് ഇതാ കട്ട് ചെയ്യാൻ പോണ്ട്. എങ്ങനുണ്ട്? വീട്ടിലൊരു പുല്ല് പോലും പറിക്കാത്ത ആളാണ്. എന്തായാലും മാഷാഅല്ലാഹ് കട്ട് ചെയ്തത്. ഇത് പോരാ, വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് നമുക്ക് ചെടിയിൽ ഇത് വെക്കാൻ പറ്റും. നമുക്ക് സ്മെല്ലിന് വേണ്ടിട്ട് വീടിന്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടിട്ടാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ഓയിലും അതൊക്കെ അവിടെ തരും. വേണം we need to spend some money. അപ്പൊ ഉമ്മ അറിയേ 4 പൗണ്ട് കൊടുത്തതല്ലേ, അപ്പൊ ഇതൊന്നും പോരാന്ന് നമ്മള് കുറച്ചും കൂടെ കട്ട് ചെയ്യാം കേട്ടോ. അവരതിനാണ് ഈ ബാഗ് തന്നത്. ഇതിന്റെ എക്സീഡ് ചെയ്ത് പോകാൻ പാടില്ല എന്നാ പറഞ്ഞത്. ഇതിന്റെ തൊട്ട ബാക്കിൽ ക്യാമ്പിംഗ് സൈറ്റ്സ് ഉണ്ട്. നമുക്കിവിടെ വന്നിട്ട് ഓവർനൈറ്റ്, അതിന് വേറൊരു ഫീസാണുള്ളത്. ഇവിടെ തന്നെ ടോയ്ലറ്റും ബാറും ബാർബിക്യൂ ഒക്കെ ചെയ്യണ സംഭവങ്ങളുണ്ട്. ഓവർനൈറ്റ് ഇവിടെ സ്റ്റേ ചെയ്യാം. ഞങ്ങൾ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഇത് പ്ലാൻ ചെയ്യണം. നമ്മളെല്ലാരും കൂടെ ഒരു ദിവസം ഇങ്ങനെ സ്റ്റേ. എന്നൊരു വീഡിയോ എടുത്ത് നോക്കി. എനിക്ക് പൈനാപ്പിളിന്റെ അതേ ടൈപ്പ് ഒരു ഇപ്പൊ ഇവിടെ സമ്മർ വെക്കേഷൻ ആണ്. അപ്പോൾ ഒരുപാട് ഫാമിലീസ് ഇങ്ങനെ വരുന്നുണ്ട്. അവർ ഓവർനൈറ്റ് സ്റ്റേക്ക് വേണ്ടി വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ ഉള്ളിൽ ബെഡും എല്ലാ സൗകര്യങ്ങളുള്ള ഒരു ക്യാമ്പിംഗ് സൈറ്റ് ആണ്. അതിനപ്പുറത്ത് ഒരുപാട് ഏരിയാസിൽ ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അത് അവിടെ നമുക്ക് ആക്സസ് ഇല്ലാത്തതുകൊണ്ടാണ് കാണിച്ചു തരാത്തത്. ഇതിന് ഹണ്ട് ചെയ്യുന്നതിനാണ് ആദ്യം ബെസ്റ്റ് ഹണ്ടർ അവാർഡ് കിട്ടിയത്. ഇതാണ് ആദ്യന്റെ പണി. ഇവിടൊക്കെ ചെറിയ ചെറിയ ലേഡി ബേർഡുകളുണ്ട്. നീ നമ്മളിത് കട്ട് ചെയ്യാൻ പോകും. അപ്പൊ ഇത് കട്ട് ചെയ്യുമ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് അതിന്റെ സ്റ്റെമ്മിന്റെ തൊട്ട് മേലെ എന്നല്ലാതെ ഒരു കുറച്ച് താഴ്ത്തി കട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മളവിടെ ഉള്ളപ്പോൾ തന്നെ ഒരുപാട് ഇങ്ങനെ ഫാമിലി ആയിട്ട് വന്നിട്ട് അവരിങ്ങനെ ഓരോ സാധനങ്ങള് ഇങ്ങനെ ഒരു അർബാനയിൽ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും അവരത് ഓരോരുത്തർക്കും സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്രേ ഉള്ളൂ ലാവൻഡർ ഏരിയ. ഇപ്പോഴത്തെ സൈഡിൽ വേറെ ഇങ്ങനെ മെഡോസ് പോലെയൊക്കെ എടുക്കുന്ന കുറച്ച് ഏരിയാസ് ആണ്. പിന്നെ ഇവിടെ ഈ ടെന്റില് നമ്മൾ ഇരിക്കാൻ ഇപ്പോൾ പ്ലാൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം വന്നപ്പോൾ തന്നെ എല്ലാവരും ഒരു എന്താ പറയാ ഇഷ്ടപ്പെട്ടില്ല, കുറച്ച് ഏരിയ ഉള്ളൂ. നമ്മൾ RHS ഗാർഡനിൽ പോയപ്പോൾ ഒരുപാട് ഏരിയ ഉണ്ടായിരുന്നു. അപ്പൊ അതേപോലെ ആണെന്നാണ് എല്ലാവരും വിചാരിച്ചത്. ബട്ട് ഇവിടെ ഏരിയ കുറച്ചായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇഷ്ടമായി. അവിടുത്തെ ഒരു വെതറും ഒക്കെ നല്ല വെതറും ആയിരുന്നു. നമുക്ക് അവിടെ ഇന്നപ്പോൾ നല്ല കാറ്റും കുറച്ചൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞൊക്കെ ഇരിക്കാൻ പറ്റിയ ഒരു ഏരിയ ആയിരുന്നു. ഈ ഒരു സംഭവം അതിൽ വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. വൈക്കോലൊക്കെ കൊണ്ട് ഉണ്ടാക്കിയ ഒരു സോഫ ആണത്. നടക്കാനാണെങ്കിൽ ഒരുപാട് ഏരിയ ഉണ്ട്. പിന്നെ എന്താ എല്ലാരും ഒന്ന് ക്ഷീണിച്ചപ്പോ എല്ലാരും ഒന്ന് റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് എത്തിയത്. നല്ല മനോഹരമായ ബാക്ക്ഗ്രൗണ്ട് കാഴ്ചകളുണ്ട് ഇവിടെ. എന്തെങ്കിലും ഞാൻ വാങ്ങിട്ട് വരണം കഫേന്ന്. ഇവിടെ നല്ല വൈബില് നമുക്ക് ചായ കുടിക്കാം അല്ലെ. ഈ വുഡിന്റെ പീസൊക്കെ ആയിട്ട് ഒരു ടേബിൾ ആയിട്ട് സെറ്റ് ചെയ്ത് നല്ല രസമുണ്ട് കേട്ടോ. കാറ്റ് കൊണ്ടിരിക്കാന്നുള്ള ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരില്ലേ, അവർക്ക് പറ്റിയ സ്ഥലമാണ്. ഒരു വിശാലമായ ഒരു ഏരിയ അതിനായിട്ട് തന്നെ ഉണ്ട്. ആദ്യം ഇരുന്നിട്ടുണ്ട് ഇങ്ങനത്തെ സീറ്റില് മിസ്റ്റർ ബീൻ. നമ്മൾ പറഞ്ഞ കഫേ ക്ലോസ് ചെയ്ത് പോകുന്നുണ്ട് അവര്.
അവിടുത്തെ കോഫി ഒക്കെ കഴിഞ്ഞ് ഗൈസ് നമ്മള് കുറച്ച് ലേറ്റ് ആയി 5 മണിക്ക് ക്ലോസ് ചെയ്യാം. നല്ല വിശപ്പുണ്ടായി. നമ്മള് കോഫിയും ആ പ്ലാനും ചീറ്റിപ്പോയി. അപ്പൊ അതാ ഉമ്മ വണ്ടിയില് നമ്മള് ഫുഡ് കുറച്ച് കരുതിണ്ടായിരുന്നു ഇൻ കേസ് നമുക്ക് വിശന്നാ കഴിക്കാൻ വേണ്ടിട്ട്. അപ്പൊ അത് ഉമ്മ എടുത്തിട്ട് വരികയാണ്. നമ്മൾ ഓൾറെഡി അവരുടെ അടുത്ത് പോയി പെർമിഷൻ എടുത്തു. ഞങ്ങൾ ഇവിടുന്ന് ഫുഡ് കഴിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞത് എന്താന്ന് വെച്ചാല് ഫുഡ് കഴിക്കുന്നതിനൊക്കെ കുഴപ്പമില്ല, പക്ഷെ അത് അവിടുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ക്ലീൻ ചെയ്താൽ മതി, അല്ലാതെ വേറൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് 100% നമ്മൾ അതിന് ഓക്കെ ആണല്ലോ, ക്ലീൻ ചെയ്താൽ പോരെ. ഇതൊക്കെ കണ്ടോ? ഇതെന്താണ്? ബീഫ് അച്ചാർ. ഇതെന്താ? ചമ്മന്തി, ബിരിയാണി. ഇന്ന് ആരാണ് ഇന്നത്തെ പ്രോ ഷെഫ്? ഞാൻ തന്നെ. ഞാനാണ് ഇന്ന് അതിന്റെ ആള്. എല്ലാരും വിശന്ന് കഴിഞ്ഞു. അൺബോക്സ് ചെയ്യാം നമുക്ക്. See the magic of ബിരിയാണി. ഇത് ആരാ ഉണ്ടാക്കിയത് എന്നറിയോ? യെസ്, ലൈക്ക് ബിരിയാണി നോക്കിയിരിക്കണ പാവം. ഒരു സ്പൂണുള്ളൂ നാലാൾക്ക്. അത് ഭയങ്കര ബിരിയാണി നമ്മൾ കഴിക്കണെന്ന് വെച്ചാ നമ്മൾ ലാവൻഡർ ഫീൽഡും ബിരിയാണി എന്താ കഴിക്കും. ബിരിയാണി അടിപൊളി. ഇവിടെ ക്ലോസ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മൾ അതിന് മുന്നേ ഫുഡ് കഴിക്കണം അല്ലേ? അതിന് മുന്നേ പെട്ടെന്ന് ഫുഡ് കഴിക്കണം. അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ച് ഇവിടുന്ന് പോവാണ്. അപ്പോ ഇന്നൊരു നല്ലൊരു ഡേ ആയിരുന്നു. നമുക്ക് നമ്മളുടെ ടീംസിനോട് തന്നെ ചോദിക്കാം, എന്താണ് ഇന്ന് ഈ സ്ഥലത്തിനെ പറ്റി താങ്കൾക്ക് പറയാനുള്ളത്? ഇത് അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ. എന്താണ് മമ്മി? എനിക്ക് വന്നപ്പോൾ അധികം ഇഷ്ടമായില്ല, ഇത്ര കാണാനില്ലാന്ന് ചോദിച്ചു. പക്ഷെ ഇവിടെ വന്ന് ഇരുന്നപ്പോഴൊക്കെ നല്ല രസമായി, ഇരിക്കാനൊക്കെ നല്ല. അപ്പൊ എല്ലാവർക്കും ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, സപ്പോർട്ട് ചെയ്യാ. യെസ് യെസ് യെസ്. അപ്പൊ ആദ്യം പറഞ്ഞ പോലെ ഇതൊക്കെ ചെയ്യാ. അപ്പൊ ഓക്കേടാ, ബൈഡാ, സീയുടാ.